ആ പിറകിലുള്ള ആളുകൾ പരമാവധി മുന്നിലേക്ക് കയറിയിരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. സദഖല്ലാഹ്. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ആരുടെയും പേരെടുത്ത് പറഞ്ഞ് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രഗത്ഭ ഖുർആൻ പണ്ഡിതന്മാർ സംവദിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ മഹത്തായ ഒരു വേദിയിലാണ്, ഒരു സദസ്സിലാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന, കോരിച്ചെരിയുന്ന അതീവ അനുഗ്രഹീതമായ ഒരു പ്രഭാതത്തിലാണ്, ഒരു പൂർവാന്നത്തിലാണ് നമ്മൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. സഹോദരന്മാരെ, സഹോദരികളെ, സനാബിൽ എന്ന പേരിൽ നടത്തപ്പെടുന്ന ഓൺലൈൻ ഖുർആൻ പഠന പ്ലാറ്റ്ഫോറവും ഇവിടുത്തെ നമ്മുടെ മഹല്ല് കമ്മിറ്റിയും ഈ മഹല്ലിലെ അംഗങ്ങളും സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കുടുംബ സംഗമവും അതിലുപരിയായി ഖുർആൻ സമ്മേളനവുമാണ് ഇവിടെ നടക്കുന്നത്. എനിക്കാദ്യമേ തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവിടെ നടക്കുന്ന സെഷനിലെ ചർച്ചകളിൽ, പ്രഭാഷണങ്ങളിൽ നിങ്ങൾ പരമാവധി ശ്രദ്ധയോടെ ഇരിക്കണമെന്നും അടക്കത്തിൽ അച്ചടക്കത്തോടു കൂടി ഇരിക്കണമെന്നും, ഇത് ഖുർആനിൻ്റെ ഒരു സദസ്സാണ്, അനുഗ്രഹീതപൂർണമായ സദസ്സാണ്, അസംഖ്യം മാലാഖമാരുടെ സാന്നിധ്യമുള്ള ഒരു സദസ്സാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പവിത്രതയും അതിൻ്റെ ആദരവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഖുർആനിനെ ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് ആമുഖമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ദീർഘിപ്പിക്കുകയില്ല. കാരണം നമ്മുടെ ഷെഡ്യൂൾ, നമ്മുടെ പ്രോഗ്രാം അങ്ങനെയാണ്. കൃത്യമായ സമയത്ത് തുടങ്ങി കൃത്യമായ സമയത്ത് അവസാനിക്കേണ്ടതുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ ഒരധികമായിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുമുണ്ട്. അല്ലാതെ മറ്റ് സമയം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടിപ്പറയുകയില്ല. വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിച്ച പല ചോദ്യങ്ങളുമുണ്ട്. ഞാൻ ആമുഖമായി കേൾപ്പിച്ചില്ലേ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഉൾക്കൊള്ളുന്നതിന് വേണ്ടി, ഉത്ബോധനം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി, ലോകരക്ഷിതാവിൻ്റെ സന്ദേശം എന്താണ് എന്ന് മനസ്സിലേക്ക് ആവാഹിക്കുന്നതിന് വേണ്ടി ഈ വിശുദ്ധ ഖുർആനിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്, അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്. ഖുർആനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. വമൻ അസ്ദഖു മിനല്ലാഹി ഖൗല, വമൻ അസ്ദഖു മിനല്ലാഹി ഖൗല. അള്ളാഹുവിനേക്കാളും സത്യം പറയുന്നവൻ പിന്നെ ഭൂമിയിൽ ആരാണുള്ളത്? ഖുർആന്റെ ചോദ്യമാണ്. ആ അള്ളാഹുവാണ് പറയുന്നത്, ഖുർആനെ നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിരിക്കുന്നു. എന്നിട്ടൊരു ചോദ്യമുണ്ട്, ഫഹൽ മിൻ മുദ്ദക്കിർ. ആ ഉത്ബോധനം ഉൾക്കൊള്ളാൻ സന്നദ്ധരായിട്ട് നിങ്ങൾ ആരെങ്കിലുമുണ്ടോ? ഈ ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി വെക്കുന്നത്. എൻ്റെ ചോദ്യമല്ല, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. ഉൾക്കൊള്ളാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറുണ്ടോ എന്നാണ്. എന്താ നമുക്ക് മറുപടി പറയേണ്ടത്? എന്താ ഞങ്ങൾക്കതിന് നേരെയില്ല എന്നാണോ?
ഖുർആൻ ചോദിച്ചില്ലേ, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. ലേ, ഖുർആൻ ചോദിച്ചില്ലേ, നിങ്ങൾക്ക് നാം 2 കണ്ണ് നൽകിയില്ലേ, 2 ചുണ്ട് നൽകിയില്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിവുള്ള ശേഷിയുള്ള നാവ് നിങ്ങൾക്ക് നൽകിയില്ലേ? എന്നിട്ട് ഖുർആൻ പറഞ്ഞില്ലേ, എന്ത്? വഹദൈനാഹു നജ്ദൈൻ. ഉയർന്നു നിൽക്കുന്ന 2 പാതകൾ, വ്യക്തമായ 2 പാത നാം അവന് വ്യക്തമായി കാണിച്ചു കൊടുത്തില്ലേ? തെരഞ്ഞെടുക്കേണ്ടത് നമ്മളാ. വിശുദ്ധ ഖുർആനിന്റെ പാത തെരഞ്ഞെടുത്ത് സ്വർഗത്തിലേക്ക് പോകണോ? മറ്റേതെങ്കിലും പാത സ്വീകരിച്ച് വളഞ്ഞ പാതയിലൂടെ നരകത്തിലേക്ക് പോകണോ? തെരഞ്ഞെടുപ്പ് നമുക്കാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. വേണ്ടത് നമുക്ക് തെരഞ്ഞെടുക്കാം. ഈ ചിന്തയിൽ നിന്നുണ്ടായതാണ് ഈ സനാബിൽ എന്നുള്ള പ്രസ്ഥാനം. ആ മുഖഭാഷണത്തിൽ സലീം മൗലവി അത് വിശദമായിട്ട് പ്രതിപാദിക്കും. ഞാൻ അങ്ങോട്ട് അധികം കടക്കുന്നില്ല. ഈ ഖുർആനെ നെഞ്ചേറ്റുക, അതിനാണ് ഈ സമ്മേളനം. ലോകത്തിന്റെ വിജയം മുഴുവനും ഉണ്ടായിട്ടുള്ളത്, ലോകത്തിന്റെ പുരോഗതി മുഴുവനും ഉണ്ടായിട്ടുള്ളത്, എല്ലാ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുള്ളത് വിശുദ്ധ ഖുർആനിന്റെ അനുയായികളിൽ നിന്നാണ്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാം. അൽഗരിതം, അൽജിബ്ര അത് സംവിധാനിച്ചത്, അത് ആവിഷ്കരിച്ചത് മുസ്ലിം ശാസ്ത്രജ്ഞരായിരുന്നു. എവിടുന്ന ഇവർക്ക് പ്രചോദനം കിട്ടിയത്? ഭൂമിശാസ്ത്രവും ഗോളശാസ്ത്രവും ഭൂഗർഭശാസ്ത്രവും സമുദ്രശാസ്ത്രവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ശാസ്ത്ര ശാഖകളിലേക്കെല്ലാം വെളിച്ചം വീശിയത് മുസ്ലിങ്ങളായിരുന്നു, ഖുർആനിന്റെ അനുയായികളായിരുന്നു. എന്തിനേറെ പറയുന്നു, നാം ഇന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്ന 1, 2, 3, 4, 5, 6, 7, 8, 9, 0 ഇതാണല്ലോ അക്കങ്ങൾ. ഈ അക്കങ്ങൾ പോലും സംവിധാനിച്ചത് ഖുവാറസ്മി എന്ന് പറഞ്ഞ മഹാപണ്ഡിതനാണ്. നിങ്ങൾ ആലോചിക്കണം, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ലോകത്താദ്യമായിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിയത്, ഒരു സിസേറിയൻ നടത്തിയത് അവിസന്ന എന്ന് പറഞ്ഞ ഇബ്നു സീനയാണ്. എവിടുന്ന് കിട്ടി ഈ പഠനങ്ങളൊക്കെ? എവിടുന്ന് കിട്ടി ഈ ചിന്തകളൊക്കെ? ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ എവിടുന്ന് കിട്ടി? ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? നിരക്ഷരരായ കന്നുകാലികൾക്ക് പിന്നിലൂടെ മാത്രം നടക്കാൻ പഠിച്ചിട്ടുള്ള അബദ്ധസഞ്ചാരത്തിന്റെ ഉടമകളായിരുന്ന ഒരു ജനവിഭാഗത്തെ ലോകത്തിന്റെ മുമ്പിൽ ഉന്നമരും ഉത്തമരും നേതാക്കളും ജേതാക്കളുമായി വളർത്തിയെടുത്തത് വിശുദ്ധ ഖുർആനാണ്. നമ്മൾ കേട്ടിട്ടില്ലേ ചരിത്രം? ഞാൻ നീട്ടിപ്പറയണ്ടല്ലോ. ആ വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ ഇന്ന് വർത്തമാനകാലത്ത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. പൊടിയും മുടിയും വെള്ളവുമായിട്ട് ചുറ്റിക്കറങ്ങുന്ന അവസ്ഥയിലേക്ക് ഈ മുസ്ലിം സമുദായം അധപ്പതിച്ചു പോയില്ലേ? മുമ്പ് ഖുർആനിലൂടെ പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തിയിട്ട് ലോകത്തിനും സമൂഹത്തിനും ലോകത്തിനും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുന്ന കണ്ടുപിടുത്തങ്ങളിലേക്ക് മുൻകാല പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിലൂടെ എത്തിപ്പെട്ടെങ്കിൽ ഇന്ന് ആ ഖുർആനിന്റെ അനുയായികൾ ചർച്ച ചെയ്യുന്നത് ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട വെട്ടിമാറ്റപ്പെട്ട മുടി വളരുമോ ഇല്ലേ എന്നാണ്. ആലോചിക്കണം നമ്മൾ. നമ്മുടെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു? ഖുർആനിന്റെ അനുയായികളാണ് എന്ന് പറയുന്നവരിന്ന് എവിടെ എത്തി നിൽക്കുന്നു? മുറിച്ചു മാറ്റപ്പെട്ട മുടിക്ക് വളർച്ചയുണ്ടോ ഇല്ലേ എന്നാണ് തർക്കം. ആലോചിക്കണം നിങ്ങൾ. പരിശുദ്ധമാക്കപ്പെട്ട പൊടി കിട്ടില്ലേ എന്നാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പരിപാവനമായ വെള്ളം ഉണ്ടോ ഇല്ലേ ചർച്ച ചെയ്യപ്പെടുന്നത്. അതാ ഖുർആനെ പറ്റി പഠിക്കാൻ ഇന്ന് തയ്യാറില്ല. ഖുർആനെ പറ്റി ആഴത്തിൽ പഠിക്കാൻ മുസ്ലിം സമൂഹത്തിൽ വലിയൊരു വിഭാഗം സന്നദ്ധമല്ല. ഖുർആനിൽ നിന്ന് ജനങ്ങളെ പിന്നോട്ട് നയിക്കുകയാണ് വേറെ പല ആൾക്കാരും. ഞാൻ ആരെയും കുത്തിപ്പറയാൻ വേണ്ടിയല്ല, ആരെയും മോശമായി ചിത്രീകരിക്കാനല്ല, മറിച്ച് ഖുർആൻ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള വിപ്ലവം, ആ വിപ്ലവത്തിന്റെ ഉടമകളായിട്ടുള്ള ഇതിന്റെ അനുയായികൾ, പിൻഗാമികൾ ഏതോ വഴിയിലൂടെ അധപ്പതിച്ചു പോയ വർത്തമാനകാല സാഹചര്യത്തെ ദുഃഖത്തോടുകൂടെ ഓർക്കുകയാണ്. ഇല്ലേ സഹോദരന്മാരെ? ഒരു തിരിച്ചറിവ് വേണ്ട നമുക്ക്. നിങ്ങളുടെ മുമ്പിൽ ഇതാ വിശുദ്ധ ഖുർആനിന്റെ രാജപാത സനാബിൽ. വിശുദ്ധ ഖുർആനിന്റെ രാജപാത ഇവിടെ നേരത്തെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചല്ലോ.
24-ാം അധ്യായം സൂറത്തു നൂറിൽ നിന്ന് തുടങ്ങി 72-ാം അധ്യായമായ സൂറത്തുൽ ജിന്നിൽ ഇന്നെത്തി നിൽക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ഏതാണ്ട് 1/3 11 ജുസ്ഓളം ഈ 3 വർഷക്കാലയളവിൽ കേരളത്തിന്റെ അകത്തും പുറത്തുമായി നിൽക്കുന്ന മലയാളി സമൂഹത്തിലെ ആയിരക്കണക്കിന് മലയാളികളിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ പഠനം എത്തിക്കാൻ സാധിച്ചു എന്നതൊരു നിസ്സാര കാര്യമല്ല. ഇതിന്റെ പ്രവർത്തകർക്ക് അതിൽ അഭിമാനമുണ്ട്, അഭിമാനത്തിലേറെ പ്രാർത്ഥനയുണ്ട്. ഈ ചെറിയ ജീവിതം, ഈ നശ്വരമായ ജീവിതം, പൊലിഞ്ഞു പോകുന്ന ഈ ജീവിതം അല്ലേ, ഈ ജീവിതം നാളെയുള്ള തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ തിരിവട്ടം, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം, വിശുദ്ധ ഖുർആനിന്റെ ഒരു നുറുങ്ങുവെട്ടം പകർത്തി നൽകാൻ സാധിച്ചാൽ അതിലപ്പുറം വലിയതൊന്നും നേടാനില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള, എന്ന് മനസ്സിന്റെ ഉള്ളിൽ വിശ്വസിക്കുന്ന ഒരു കൊച്ചു വിഭാഗം സമ്പത്ത് കയ്യിലില്ല, സാമ്പത്തിക ശേഷിയില്ല, ഉന്നതമായ പദവികളില്ല, വലിയ സ്വാധീനമില്ലാത്ത വെറും സാധാരണക്കാരായ ചില ആൾക്കാർ അവരുടെ ബുദ്ധിയിൽ നിന്നുദിച്ച, ചിന്തയിൽ നിന്നുദിച്ച ഏതോ ഒരു സാഹചര്യത്തിൽ ഖുർആനിന്റെ തിരുനാളം അവരുടെ മനസ്സിലേക്ക് കയറിയപ്പോൾ ഈ തിരുനാളം എൻ്റെ സമൂഹത്തിന് എല്ലാവർക്കും ലഭിക്കണമല്ലോ എന്നുള്ള അഗാധമായ ആത്മാർത്ഥമായ അഭിനിവേശത്തിൽ നിന്നാണ് തുടരെടുത്തത്. ഇതിനി തുടരും ഇൻഷാ അല്ലാഹ്. ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ തുടരും. ഇതൊരു സംഘടനയല്ല, ഒരു സംഘടനയ്ക്ക് ബദലല്ല, ഏതെങ്കിലും ഒരു സംഘടനയെ വളർത്താനോ മറ്റൊന്നിനെ തളർത്താനോ അല്ല. ഈ സെനാബിലിൽ കുത്തുവാക്കുകളില്ല, കുത്തിപ്പറയലില്ല, വിദ്വേഷമില്ല, വിദ്വേഷം ജനിപ്പിക്കലില്ല, വിരോധമില്ല, വിരോധത്തിന്റെ പിന്നാലെ പോകലില്ല. എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് വിശുദ്ധ ഖുർആനിന്റെ പാതയിലൂടെ നമുക്ക് മുന്നേറാം. ഖുർആൻ ഒന്നാണ്, മുസ്ലിം ഉമ്മത്തിന്റെ ഖുർആൻ ഒന്നാണ്, മുസ്ലിം ഉമ്മത്തിന്റെ പ്രവാചകനൊന്നാണ്, മുസ്ലിം ഉമ്മത്തിന്റെ ഖിബിലയൊന്നാണ്. മുസ്ലിം ഉമ്മത്തല്ല എല്ലാവരും മരിച്ചു പോകുന്നത് പടച്ചവന്റെ അടുക്കലേക്കാണ്. ആ കാര്യം മാത്രം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഈ സെനാബിൽ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനുള്ള ഭാഗ്യം, ഈ സന്ദേശം ശ്രവിക്കാനുള്ള, ഖുർആനിൽ നിന്നുകൊണ്ടുള്ള സവിശേഷമായ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കാൻ വലിയ വലിയ പണ്ഡിതന്മാരെത്തിച്ചേർന്നതിൻ്റെ ഭാഗ്യം ഈ മഹല്ല് നിവാസികൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അല്പം വൈകിപ്പോയെങ്കിൽ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മഹത്തായ സംരംഭത്തിന് അള്ളാഹുവിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വയനാട് ജില്ലയിലെ ഇതിൻ്റെ വലിയൊരു കാര്യദർശിയായിരുന്നു ഈയിടെ മരണപ്പെട്ടുപോയ മർഹൂം നമ്മുടെ പ്രിയങ്കരനായ അബൂബക്കർ ഹാജി കുന്നത്ത് കമ്പളക്കാട്. എൻ്റെ മുമ്പിലിരിക്കുന്ന മിക്കവാറും ആൾക്കാർക്കൊക്കെ അദ്ദേഹം സുപരിചിതനാണ്. വയനാട് ജില്ലയിൽ ഏത് ദീനീ പ്രബോധന രംഗത്തും ഓടി നടന്നിരുന്നൊരു മഹാനായ വ്യക്തിയാണ്. പ്രായവും രോഗവും വകവെക്കാതെ ദീനീ പ്രബോധനത്തിന് വേണ്ടി ഓടി നടന്നിരുന്ന മഹാനായ മനുഷ്യൻ. അദ്ദേഹത്തെ ഓർക്കാതെ സെനാബിൽ പൂർണ്ണമാവില്ല. അള്ളാഹു മഅഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ക്ഷണിക്കുകയാണ് സെനാബിലേക്ക്. ഇതാ അതിൻ്റെ സ്കാൻ ചെയ്യാനുള്ളതൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഖുർആൻ പാരായണമുണ്ട്. ഖുർആൻ നന്നായി പഠിക്കണോ, പാരായണം പഠിക്കണോ, അതിന് പ്രത്യേക സെനാബിലിൻ്റെ ഒരു പ്രത്യേക ഗ്രൂപ്പുണ്ട്, ഒരു വിങ് അതിനുണ്ട്. ഈണത്തിൽ ഖുർആൻ തർത്തീലോടുകൂടെ ഓതാൻ, നിയമം പഠിച്ചുകൊണ്ട് ഓതാൻ സംവിധാനമുണ്ട്. അർത്ഥവും ആശയവും പഠിക്കണോ, സംവിധാനമുണ്ട്. ഖുർആൻ പരിഭാഷ ഇല്ലാത്തതിൻ്റെ പേരിൽ പഠനം മുടങ്ങിയിട്ടുണ്ടോ, സൗജന്യമായിട്ട് സെനാബിൽ നിങ്ങൾക്ക് ഖുർആൻ പരിഭാഷ നൽകും. തയ്യാറുണ്ടോ ഖുർആൻ പഠിക്കാൻ? അതേ ചോദിക്കുന്നുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സെനാബിൽ കുടുംബ സംഗമത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ മുസ്തഫ ഫാറൂഖിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.